ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് 9 ഹിന്ദിയിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. ഇതിൽ രാജാ ഓർ വിദ്രോഹി എന്ന് പറയുന്ന പാഠത്തിലൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പാഠം നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോയി, പക്ഷേ അതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് വന്നപ്പോൾ നമ്മൾ കുറച്ച് സ്ലോ ആയി. എനിവേസ് വരുന്ന ടൈമിൽ ഇതുപോലെ ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാജാ ഓർ വിദ്രോഹി എന്ന് പറയുന്ന പാഠത്തിലെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് എന്താണ്, മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ചിലരുടെ ഡയലോഗ് വന്നിട്ട് ഇത് ആര് പറഞ്ഞു, ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി, ആ രീതിയിലുള്ള ഒരു ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് സമ്പത്ത് പഹചാനെ ഓർ ലിഖേ, ക്യാ കഹ, കിസ്നെ കഹ, ഇസ്സെ ക്യാ സംജ. ഓക്കെ, എനിവേസ് ആ PDF ലോഡാവാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്ലറായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നത്. ഓക്കെ, പെട്ടെന്ന് ശരിയാകുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്യാ കഹ, കിസ്നെ കഹ, ഇസ്സെ ക്യാ സംജെ. അപ്പോൾ ആരാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, ആരാണ് പറഞ്ഞത്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് നമുക്ക് നോക്കാം രാജാക്ക് ഇച്ഛ. അപ്പോൾ നമ്മൾ എന്താണ് ഇത്, നമുക്കത് ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് പോകാം. ഓക്കെ, അതല്ലെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോയുടെ ലെങ്ത്തും കൂടി പോകും. അതുകൊണ്ട് നമുക്കിതിൻ്റെ ആൻസർ വെർഷനിലേക്ക് പോകാം. അപ്പം 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ക്യാ കഹ, കിസ്നെ കഹ, ഇസ്സെ ക്യാ സംജ. അപ്പോൾ ആ രീതിയിലുള്ളൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനാണിത്. നമ്മൾ ടൈം ലാഭിക്കാനും ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, നമ്മളിതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വന്ന ഇതായിരുന്നു രാജാക്ക് ഇച്ഛാക്കെ സാമനെ ഹമേ സിർ ജുഖാനാഹി പടേഗ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, രാജാവിൻ്റെ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് തല കുനിക്കേണ്ടി വരും. ഓക്കെ, ആ ഡയലോഗ് ആരാണ് പറഞ്ഞത്, കിസ്നെ കഹ. അപ്പോൾ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ആയതുകൊണ്ട് നമ്മളതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാനിത് ആൻസറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കിസ്നെ കഹ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ന്യായാധീഷാണ് അങ്ങനെ പറഞ്ഞത്. രാജാക്ക് ഇച്ഛാക്കെ സാമനെ ഹമേ സിർ ജുഖാനാഹി പടേഗ. ഓക്കെ, എന്ന് പറഞ്ഞാരാണ്, ന്യായാധീഷാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, ആദേശവും ക അന്ധ അനുകരൺ, അല്ലെങ്കിൽ രാജാവ് എന്ത് ഓർഡർ കൊടുക്കുന്നോ അത് അന്ധമായിട്ട് അനുകരിക്കുന്ന ഒരു ന്യായാധീശനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ 3 പോയിൻറ്റ്സ്. ഡയലോഗ് പറഞ്ഞു, അത് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞു, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ലഡായിക്ക് ആനന്ദ് और उल्लास से तुम लोग मुझे अलग करना चाहते हो. അതായത് യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിൽ നിന്ന് നിങ്ങൾ എന്നെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ആരാണ്, രാജാവാണ്. അപ്പോൾ കിസ്നെ കഹ എന്നിടത്ത് നമ്മൾ രാജ എന്ന് വരും. കാരണം രാജാവ് പറഞ്ഞൊരു ഡയലോഗാണ്, ലഡായിക്ക് ആനന്ദ് और उल्लास से तुम लोग मुझे अलग करना चाहते हो. ഓക്കെ, ഇനി അതിൽ ഇസ്സെ ക്യാ സംജ എന്ന് വരുമ്പോൾ യുദ്ധമേ ബി ആനന്ദ് കാ അനുഭവ് കർണേ വാല ശാസക്. എന്താണ്, യുദ്ധത്തിലും ആനന്ദം കണ്ടെത്തുന്ന ഒരു രാജാവിൻ്റെ ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, യുദ്ധത്തിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ഒരു രാജാവ്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തേതിന് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അപ്പോൾ എന്താണ്, എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതെല്ലാം വരണമെന്നില്ല, 2 അല്ലെങ്കിൽ 4 എണ്ണമൊക്കെ കൊടുത്തിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, 2 മാർക്കിൻ്റെ ഒക്കെ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇതിൽ മറ്റ് ഡയലോഗ്സുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, മെയിനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ആക്ടിവിറ്റീസും. അഗർ ആപ് ന്യായാധീഷ് കാ കർത്തവ്യ പാലൻ നഹീ കർ സക്തേ തോ ഫിർ ആപ്കാ കോയി ഫൈസല ഹം നഹീ മാനേംഗെ. ഓക്കെ, അഗർ ആപ് ന്യായാധീഷ് കാ കർത്തവ്യ പാലൻ നഹീ കർ സക്തേ തോ ഫിർ ആപ്കാ കോയി ഫൈസല ഹം നഹീ മാനേംഗെ. അതായത് താങ്കൾ ന്യായാധീശിൻ്റെ ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ താങ്കൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ താങ്കളുടെ ആ ഒരു ഒരു ഓർഡർ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറയുന്ന ആരാണ്, ജനതയാണ്. ഓക്കെ, ആളുകളാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്താണ്, ന്യായാധീശിൻ്റെ ഒരു ഡ്യൂട്ടി ഉണ്ട്, ആ ഡ്യൂട്ടി ചെയ്യാൻ അയാളെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ പിന്നെ താങ്കളുടെ ഒരു തീരുമാനവും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ജനത പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ന്യായ ദിലാനേമേ അസമർത്ഥ വ്യവസ്ഥക്കു ചുനൗത്തി. അതായത് ന്യായത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഓഫീസർമാർ തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നീതി കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്.
नेक्स्ट ആണ് मगर राजा बनने के बाद तो महाराज एक बार भी हमारे घर के सामने से नहीं गुजरे हैं എന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്നു പോകുക. അതായത് രാജാവായതിനു ശേഷം മഹാരാജാവ് ഒരിക്കൽ പോലും ഞങ്ങളുടെ വീടിന് മുന്നിലൂടെ പോയിട്ടില്ല എന്ന് ആരാണ് പറയുന്നത്? ഇവിടെ ഹേമാണ് പറയുന്നത്. ഓക്കെ, ഈ രാജാവ് ഇദ്ദേഹം എന്താണ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം പോലും എൻ്റെ വീടിന് മുന്നിലൂടെ വന്നിട്ടില്ല. അപ്പം അതിന് കുറേ റീസൺസ് ഒക്കെ ഉണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഡയലോഗ് പറഞ്ഞത് ഹേമാണ്, വിദ്രോഹിയായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഹേമാണ് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ശാസനക്കെ പ്രതി ജനതാക്കി ആലോചന. അപ്പോൾ ആ ഭരണത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെ നമുക്കിതിൽ നിന്ന് മനസ്സിലാകും. ഓക്കെ, കാരണം എന്താണ്, ചിലർ ഭരണത്തിൽ കയറിയിട്ട് പിന്നെ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ മാറി നടക്കുന്ന ഭരണകർത്താക്കളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഡയലോഗാണ് ഹേം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ആജ്ഞ ദീജിയെ മഹാരാജ്, മേരെ ലിയെ ആപ്കി ഇച്ഛാ ഹി സബ് കുച്ച് ഹേ. ഓക്കെ, എന്താണ് ആജ്ഞ ദീജിയെ മഹാരാജാവും, എന്താ ഉത്തരവ് തരൂ. മേരെ ലിയെ ആപ്കി ഇച്ഛാ ഹി സബ് കുച്ച് ഹേ, താങ്കളുടെ ആഗ്രഹമാണ് എനിക്ക് ഏറ്റവും വലുത്. ഓക്കെ, അതായത് രാജാവിൻ്റെ ആഗ്രഹം അത് നടത്തി കൊടുക്കാനാണ് സേനാപതി എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നവരാണ് സേനാപതിയാണ്. സേനാപതി പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? അധികാരിക്ക് പ്രതി വഫാദാരി. ഓക്കെ, ആരാണ് ഭരണത്തിലിരിക്കുന്ന അവരോട് കൂറ് കാണിക്കുന്ന എന്താണ് ജോലിക്കാർ അല്ലെങ്കിൽ എന്താണ് മറ്റ് ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അധികാരിക്ക് പ്രതി വഫാദാരി. ഓക്കെ, ആരാണ് അധികാരത്തിലിരിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ, അതാണ് സേനാപതിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓക്കെ ദാറ്റ്സ് ഇനഫ്. അപ്പോൾ ഇത്രയും ഇതാണ് നമുക്കത് മാച്ച് ദ ഫോളോയിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോയില്ല, ഡയറക്റ്റ് ആ മാച്ച് ദ ഫോളോയിങ് ആൻസർ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് വീഡിയോസ് ചെയ്യാനുണ്ട്, അതർവൈസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട് ഈ ചാപ്റ്ററിൽ. ഓക്കെ, വരുന്ന ടൈമിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ക്ലാസ് 9 വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ എക്സാം ആവാറായി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വെച്ചിട്ട് ഫൈനൽ എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.